ഭാരതീയ വിശ്വാസപ്രകാരം സർവ്വ ഐശ്വര്യത്തിൻ്റെ ദിനമാണ് അക്ഷയതൃതീയ. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതീയയാണ് അക്ഷയതൃതീയ. അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. അന്ന് ദാനധർമാദികൾ നടത്തുന്നതും പുണ്യമായി കരുതി വരുന്നു. അക്ഷയതൃതീയ ദിനത്തിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയമാകയാലാണ് അക്ഷയതൃതീയ എന്ന പേരുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ദിനത്തിൽ മുഹൂർത്തം നോക്കാതെ ഏതു പ്രവൃത്തികൾക്കും തുടക്കം കുറിക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ ദിനമാണ് അക്ഷയതൃതീയ. അക്ഷയതൃതീയ ദിവസം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് നോക്കാം. അക്ഷയതൃതീയ എന്ന പുണ്യദിനത്തിൽ പുണ്യകർമ്മങ്ങൾ നടത്തുക, ദാനധർമ്മങ്ങൾ നടത്തുക, പിതൃതർപ്പണം ചെയ്യുക, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, ഭാഗവത ശ്രവണം ചെയ്യുക, പൂജ, ജപം എന്നിവ നടത്തുക. അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കാത്തവയാണ് എന്നാണ് വിഷ്ണു പുരാണവും നാരദ ധർമ്മസൂത്രവും വ്യക്തമാക്കുന്നത്. വിശന്നു വലഞ്ഞു വരുന്നവർക്ക് ആഹാരം കൊടുക്കുക, ദാഹജലവും നൽകുക, വസ്ത്രദാനം ചെയ്യുക, അതിഥികളെ ഉപചരിക്കുക, സജ്ജനങ്ങളെ ആദരിക്കുക, സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അക്ഷയതൃതീയയിൽ അനുഷ്ഠിക്കുവാൻ വ്യാസഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. ഈ ദിവസം ദേവതകൾക്കും പിതൃക്കൾക്കും എള്ള് തർപ്പണം ചെയ്യുക. ഇതോടൊപ്പം ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് ശരീരം കൊണ്ടുള്ള ദാനമാണ്. കുലദേവതയുടെ നാമം ജപിക്കുക, കുലദേവതയോട് പ്രാർത്ഥിക്കുക എന്നീ രീതിയിൽ കുലദേവതയ്ക്ക് മനസ്സർപ്പിക്കുക.